ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് മണികരം വില്ലേജാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങളിത് നേരെ മണികരം കാണാൻ പോവാണ്. ഞങ്ങൾ അവിടുന്ന് ക്യാബ് എടുത്താണ് മണികരനിലേക്ക് പോണത്. ഞങ്ങളുടെ കാസർഗോഡ് നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ. 300 രൂപയാണ് ക്യാബിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ കയറി ഒരു ക്യാബിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിത് മണികരം കാണാൻ പോവാണ്. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ സമയമായിട്ടുണ്ട്. മണികരൻ എത്തി. അവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഈ ടിബറ്റൻ ഫ്ലാഗുകളും പിന്നെ അവിടുത്തെ ഈ ഹോട്ട് സ്പ്രിങ്ങും ആണ്. അപ്പം ഞങ്ങൾ ഈ ഹോട്ട് സ്പ്രിങ്ങൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് ഹോട്ട് സ്പ്രിങ് കാണുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളിത് ഗുരുദ്വാറിൽ കയറി അവിടുത്തെ ഇന്നത്തെ ലഞ്ച് അവിടെ നിന്നായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം ഈ ഹോട്ട് സ്പ്രിങ്ങൊക്കെ എൻജോയ് ചെയ്ത് അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് അവിടെ തന്നെ നിന്നു. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റിട്ടേൺ വന്നത് ബസ്സിലായിരുന്നു. ഞങ്ങൾ നേരെ അവിടുന്ന് ലോക്കൽ ബസ് എടുത്ത് കസോളിലേക്ക് വരികയായിരുന്നു. കസോളിലെത്തി പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ കസോൾ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടന്നു. അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഫുഡ് കഴിച്ച ശേഷം അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ തന്നെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾക്ക് ഡൽഹിക്ക് ബസ് ബുക്ക് ചെയ്യണമായിരുന്നു. കാസർഗോഡ് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ ബസ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു. അവിടുത്തെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളൊരു കഫേയിൽ പോയി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചിട്ട് അവിടുത്തെ ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ അവിടുത്തെ പാർവതി റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കുറേ നേരം ഇരുന്നു. അവിടെ നിന്നൊക്കെ കുറേ നേരം സംസാരിച്ച് കുറേ നേരം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേയും ഞങ്ങൾ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം എക്സ്പ്ലോറൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഒരു കഫേയിലേക്ക് പോയി. ഞങ്ങൾ കുറേ നേരം ആ കഫേയിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് നൈറ്റായിരുന്നു ബസ്, 8 മണീൻ്റെ അടുത്തായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 8 മണി വരെ അവിടെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ഡൽഹി എത്തി. പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിൻ പിടിച്ച് നേരെ ബാംഗ്ലൂർക്ക് വന്നു. അതോടെ ഞങ്ങൾ 2 ദിവസം പിന്നെ ട്രെയിനിലായിരുന്നു. 2 ദിവസം ട്രെയിനിലിരുന്ന് 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. അതോടെ ഞങ്ങളുടെ മണാലി ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്.